MDMA ഈ നാലക്ഷരങ്ങൾ ഇന്നെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും MDMA തന്നെയാണ് ചർച്ചാ വിഷയം. കുട്ടികളും യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ ഒരുപാട് പേർ ഇന്നിതിൻ്റെ പിടിയിലാണ്. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിൽ MDMA പോലെയുള്ള മയക്കുമരുന്നുകൾക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന സ്വന്തം വീടുകൾ പോലും ഇന്ന് കൊലക്കളങ്ങളായി മാറുമ്പോൾ പേനയും പുസ്തകങ്ങളും കയ്യിലെടുക്കേണ്ട നമ്മുടെ കുട്ടികൾ ഇന്ന് കൊലപാതകികളും അക്രമികളുമാകുമ്പോൾ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഈ വിപത്തിൻ്റെ വ്യാപ്തി നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ MDMAയുടെ പിടിയിൽ പെട്ടുപോകുന്നത്? കാരണം ഒന്നേയുള്ളൂ. MDMA ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്രിമമായ താൽക്കാലികം മാത്രമായ ഒരു പ്രത്യേകതരം ഉന്മാദാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ അവസ്ഥയിൽ ശരീരത്തിന് അതിശക്തിയായിട്ടുള്ള ഊർജവും ധൈര്യവും കോൺഫിഡൻസും അതിഭയങ്കരമായിട്ടുള്ള സന്തോഷമൊക്കെ തോന്നും. താൽക്കാലികം മാത്രമായിട്ടുള്ള ഈ ഒരു മായാലോകത്ത് അല്പനേരം ഇരിക്കാൻ വേണ്ടി ഇവർക്കൊക്കെ പകരം കൊടുക്കേണ്ടി വരുന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. എന്താണ് MDMA? 3,4-മെത്തിലീൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇതൊരു സിന്തറ്റിക് സൈക്കോ ആക്റ്റീവ് ഡ്രഗാണ്. ഇത് ടാബ്ലറ്റ് ഫോമിലും അതുപോലെ തന്നെ പൗഡർ ഫോമിലും അവൈലബിൾ ആണ്. ടാബ്ലറ്റ് ഫോമിനെ നമ്മൾ എക്സ്റ്റസി എന്നും അതുപോലെ പൗഡർ ഫോമിനെ മോളി എന്നുമാണ് പറയപ്പെടുന്നത്. MDMA നമ്മുടെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഷോർട്ട് ടേം ആയിട്ടുള്ളതും ലോങ് ടേം ആയിട്ടുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു ഡോക്ടർ മൻസൂർ ടോക്സ്. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും എനർജിയും മോട്ടിവേഷനും ഫോക്കസും എല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറിലുള്ള നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നീ 3 ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. സാധാരണ ന്യൂറോണുകളിലെ വെസിക്കിളുകൾക്കുള്ളിലാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സൂക്ഷിക്കപ്പെടുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആവശ്യാനുസരണം അവയെ റിലീസ് ചെയ്യപ്പെടുന്നു. തൊട്ടടുത്ത ന്യൂറോണിന് സന്ദേശം കൈമാറുന്നു. ആക്ഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റിലീസ് ചെയ്ത അതേ ന്യൂറോണുകൾ തന്നെ അവയെ തിരിച്ചെടുക്കുന്നു. മാത്രമല്ല പഴയ പോലെ വെസിക്കിളുകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെടുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ബാലൻസ് നാച്ചുറലായി തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ സംഭവങ്ങൾക്കനുസരിച്ച് നമുക്ക് സന്തോഷവും മോട്ടിവേഷനും ഫോക്കസൊക്കെ തരുന്നുണ്ട്. നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് നേടുന്ന സമയത്തൊക്കെ ഈ കെമിക്കൽസിൻ്റെ അളവ് ധാരാളമായിട്ട് കൂടുന്നുണ്ട്. ഈ ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിലേക്കാണ് MDMA വരുന്നതും അതെല്ലാം താറുമാറാക്കുന്നതും. റിലീസ് ചെയ്ത ശേഷം ആക്ഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നോർഎപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ റിലീസ് ചെയ്ത അതേ ന്യൂറോണുകൾ തന്നെ തിരിച്ചെടുക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ തിരിച്ചെടുക്കുന്ന അതേ വഴിയിലൂടെ തന്നെയാണ് MDMA ന്യൂറോണുകൾക്കുള്ളിലേക്ക് കയറിപ്പോകുന്നത്. ന്യൂറോണുകളിൽ എത്തിക്കഴിഞ്ഞാൽ MDMA നേരത്തെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ വെസിക്കിളുകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെടുന്ന ആ പ്രക്രിയ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും. ഇതുകൊണ്ട് തന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വെസിക്കിളുകൾക്കുള്ളിൽ കയറാൻ കഴിയാതെ ന്യൂറോണിൻ്റെ അറ്റത്ത് അടിഞ്ഞുകൂടാൻ തുടങ്ങും. അങ്ങനെ കൂടിയ അളവിൽ ഇവയെ പുറന്തള്ളപ്പെടുകയും ചെയ്യും. സോ ഈയൊരു സെക്കൻഡിൽ, ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ ബ്രെയിനിനകത്ത് സെറോട്ടോണിൻ, നോർഎപ്പിനെഫ്രിൻ, ഡോപ്പമിൻ എന്നിവയുടെ അളവ് ധാരാളമായിട്ട് കൂടും. സെറോട്ടോണിൻ കൃത്രിമമായ സന്തോഷവും ഒരു ഇമോഷണൽ വാംത്തും കാണുന്ന എല്ലാവരോടും ഒരു പ്രത്യേക അഫെക്ഷനും അടുപ്പവുമൊക്കെ തോന്നിപ്പിക്കും. ഡോപ്പമിൻ നമുക്ക് ഓവർ കോൺഫിഡൻസും അതിശക്തമായിട്ടുള്ള ധൈര്യവും അതുപോലെ ഒരു എക്സൈറ്റ്മെൻറ്റും ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു പ്രേരണയും തരും. നോർഎപ്പിനെഫ്രിൻ നമുക്ക് അതിഭയങ്കരമായിട്ടുള്ള ഊർജവും അതുപോലെ ഹൃദയമിടിപ്പ് കൂട്ടുകയൊക്കെ ചെയ്യും. കുറച്ച് നേരത്തേക്ക് ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് ഇവർ വഴുതി വീഴുകയാണ് ചെയ്യുക. അല്പനേരം കഴിഞ്ഞ് MDMAയുടെ എഫക്റ്റ് കഴിയുമ്പോൾ ഇവർ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരും. പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നാച്ചുറലായിട്ട് റിലീസ് ചെയ്തതല്ല, MDMAയുടെ ഇൻഫ്ലുവൻസിൽ ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് വന്നതാണ്, അതും കൂടിയ അളവിൽ.
MDMA റിപ്പീറ്റഡായിട്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയാതെ അവയുടെ അളവിൽ ഗണ്യമായ കുറവുകൾ വരുന്നു. ഇത് ഇവരെ ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും എത്തിക്കുന്നു. ഇവരുടെ ശരീരത്തിന് അതിശക്തിയായ ക്ഷീണം അനുഭവപ്പെടുന്നു. ഇവർക്ക് മെമ്മറിയും ഫോക്കസും നഷ്ടപ്പെടുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആ പഴയ സന്തോഷം തിരിച്ചു കിട്ടാൻ വേണ്ടി കൂടിയ അളവിൽ ഇവർ വീണ്ടും വീണ്ടും MDMA ഉപയോഗിക്കുന്നു. ഇങ്ങനെ കൂടിയ അളവിലുള്ള MDMAയുടെ ഉപയോഗം ഈ ന്യൂറോണുകളെ പൂർണ്ണമായും നശിപ്പിക്കുകയും അത് അവരെ പിന്നീട് ഒരു മാനസിക രോഗിയാക്കി മാറ്റുകയും ചെയ്യുന്നു. MDMA ഉപയോഗിക്കുന്ന ആളുകൾ അവസാനം എത്തിച്ചേരുന്നത് ഇവിടെയാണ്. ഒരു മയക്കുമരുന്നിൻ്റെയും പുറകെ പോകാതെ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ ബ്രെയിനകത്ത് ഈ 3 കെമിക്കൽസിൻ്റെയും അളവ് കൂട്ടാൻ കഴിയും. അതിന് ഒരുപാട് വഴികളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ 3ൻ്റെയും അളവ് തലച്ചോറിൽ കൂടും. നല്ല പോലെ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ സെറോട്ടോണിൻ്റെയും ഡോപ്പമിൻ്റെയും ബാലൻസ് തിരിച്ചു വരും. അതുപോലെ നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ നമുക്ക് സെറോട്ടോണിൻ്റെ അളവ് കൂട്ടാൻ കഴിയും. തൈറോസിൻ്റെയും ട്രിപ്റ്റോഫാൻ്റെയും ഒക്കെ അളവ് കൂടുതലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സെറോട്ടോണിൻ്റെയും ഡോപ്പമിൻ്റെയും അളവ് കൂട്ടാൻ കഴിയും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളോടും പാരൻസിൻ്റെ അടുത്തും ബാക്കിയുള്ള ആളുകളോടുമൊക്കെ സംസാരിച്ചിരിക്കുക, അവരുടെ അടുത്ത് തമാശകൾ പറഞ്ഞ് ചിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും സെറോട്ടോണിൻ്റെയൊക്കെ അളവ് ധാരാളം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈഫിൽ വലിയ വലിയ ഗോളുകൾ സെറ്റ് ചെയ്യുക, അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക, എന്നിട്ട് ആ ഗോളുകൾ നമ്മൾ അച്ചീവ് ചെയ്യുക. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു MDMAക്കും അത് നമുക്ക് തരാൻ കഴിയില്ല. സോ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളും സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സിൻ്റെ MDMA പോലെയുള്ള ഡ്രഗ്സിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുക. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെ കിട്ടും. അതിൽ സന്തോഷം കണ്ടെത്തുക, ലൈഫിൽ പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ട് അങ്ങനെ സന്തോഷം കണ്ടെത്തുക. മയക്കുമരുന്നിൻ്റെ ലോകത്ത് പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ ഒറ്റയ്ക്ക് അതിന് സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് നമ്മളുടെ സഹായം ആവശ്യമാണ്. അവരെ ഒറ്റപ്പെടുത്താതെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവണം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആളുകളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.